ഹലോ സ്റ്റാർ ആർപ്പുഴയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളപ്പോൾ പൊടിവല കൊണ്ട് പൊടിമീനെ വീശി പിടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കോഴിപ്പാലം തോട്ടിൽ. അതായത് പമ്പയാറിൻ്റെ ഒരു കൈവരിയാണ് അത് തുടക്കം. അതായത് പമ്പയാറിനോട് ചേർന്നിടത്താണ് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കൂടെ കാണാം. മാക്സിമം വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് തുടങ്ങാം. അത് മൊത്തം എന്താ നമ്മുടെ രണ്ട് ചേട്ടന്മാരും കൂടെയാണ് ഈ മീശ പോയിട്ട്. സോമൻ ചേട്ടൻ മലയെടുത്ത് നട്ടത് പാലക്കുട്ടൻ ഞാൻ ഉണ്ടാക്കുന്നത്. അതുപോലെ ചേട്ടൻ വരുത്. ആയിക്കോട്ടെ, ചേട്ടൻ വീശാൻ പോവാണ്. അത് കൊള്ളാം, അത് പൊളിച്ചു. ദൂരം പോയിട്ടില്ല. ഒന്നും നോക്കണ്ട, കയറി പോരും. കുറച്ച് പൊടിയുണ്ട്. ഒരാടെ കുറവും കൂടെ ഉണ്ടായിരുന്നു. മുട്ടം പാരല്ല കേട്ടോ മറിയുന്നു. ഇത് ഞങ്ങളെ സമ്മതിക്കും. ബുള്ളറ്റിന്റെ ചാവി സോമൻ ചേട്ടാ അങ്ങ് വന്നു. അങ്ങ് പൊക്കോ, അങ്ങോട്ട് പോ. അടിപൊളി പോസാ, കാച്ചിക്കോ. ഉള്ളി അതിൻ്റെ അകത്തോ ഒന്നുമില്ല. ഉള്ളി അതിനകത്ത് മുള്ളി കിട്ടും. ആ മുള്ളിയാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ കടന്നു മറിയും. അതാണ് ഈ കിടന്ന് ചാടുന്നില്ല. ഏറ്റവും കൂടുതൽ കടന്നു ചാടുന്ന മുള്ളി. ജയജാണ്ട് പറഞ്ഞുകൊണ്ട് അക്കരെ തടി വിട്ടത് പോയി നോക്കാൻ പറ. പണിക്കാരെല്ലാം നടക്കുമോ? എത്രത്തിനൊക്കെ അങ്ങോട്ട് തടി എടുത്തിട്ടുണ്ട്. ഒടിയുമോ തൊലിച്ചു പറിച്ചോ വല്ല. ഈ വായം തൈ കിടന്നു തിളയ്ക്കുന്നു. തീരെ കുഞ്ഞുങ്ങൾ കുടിക്കുന്നു വരക്കാത്ത കിടക്കും.
ഉടക്കിയത് ഇത് വാവയാണ്. ചൂണ്ടേ ഞാൻ വരുന്ന പയറിന് നീ ചോദിച്ചില്ലായിരിക്കും 100 രൂപ എടുത്തു. കണ്ടോ കാണിച്ചടാ. ആ ഓ ഡയലോഗ് ഒന്നും വേണ്ട കേട്ടോ. വല വീശി കഴിഞ്ഞാല് ചൂണ്ട, എറിഞ്ഞു കഴിഞ്ഞാല് മീന്. അവിടെ വീശുവലയിൽ കിട്ടിയ സാധനം ഇത്. സാഞ്ചിതാണ്ട് ബാലപീഡനത്തിന് ഇരയായിട്ട്. അതെ കേട്ടോ, വീശുവല ഇട്ടിട്ട് കിട്ടിയ സാധനം ഇത്. വീശുവലക്കകത്ത് കിട്ടിയില്ല സ്പൈഡർ. കിട്ടുന്നത് പൊടി മീൻ. ആഹാ, ഏതാ സംഭവം. വലിയ പഴക്കമുള്ള കേട്ടോ. സ്പൈഡറൊന്നും ഇല്ലായിരിക്കും. ആവശ്യം വരും. ഇത് കണ്ടോ, ഉടക്കിയിട്ട് വലിച്ചിട്ട് വരാത്തേനെ പൊട്ടന്മാർ വിട്ടിട്ട് പോയി. പക്ഷേ ചൂണ്ട കണ്ട് ഇത്ര നൂർന്നായിരുന്നു. ഇത് കണ്ടു, ഒന്നുകൂടെ വലിച്ചാൽ മതി. സ്പൈഡർ ഇല്ല എന്ന് ഇന്നലെ പറഞ്ഞു ശരിക്കുമായിരുന്നു. ഇന്നലെ കൂടെ ഇങ്ങോട്ട് പിടിക്കല്ലേ. ഇതിന്റെ അപ്പുറത്തെ സൈഡ് മണിമലയായിരുന്നു. ഇതായിരുന്നു ആ സൈഡ് മണിമല. അപ്പുറത്തെ സൈഡ് അച്ചൻകോവിൽ. പറയണം, വടക്കേ സൈഡ് മണിമല, തെക്കേ സൈഡ് അച്ചൻകോവിൽ. തെക്കേ സൈഡ് അച്ചൻകോവിൽ, സെൻറ്ററാണ് പത്തനംതിട്ട. ഇത് പമ്പ. എല്ലാം താഴെ ചെന്നിട്ട് ഒന്നായിട്ട് പമ്പയായിട്ടാണ് ഒഴുകി കടലോട്ട് ചെയ്യുന്നത്. അച്ചൻകോവിലും ഇതുമായിട്ടൊന്നും അല്ലായിരുന്നു. ഇവിടെ അല്ലേ മാന്നാർ അച്ചൻകോവിൽ. അതിന്റെ മേളിൽ എവിടെയാണ്? അല്ല, മാന്നാർ അച്ചൻകോവിൽ, അതിന്റെ മേളിൽ മണിമല. ഇത് ഏറ്റവും അവസാനം താഴെ കായലിൽ പോയിട്ട് ഇവിടെ ഇതുണ്ട് തോട്ടപ്പള്ളി, അവിടെ പമ്പയായിട്ടാണ് ഇത്. ഇഷ്ടംപോലെ കൈയടിക്കലുണ്ട്. ഏറ്റവും ആദ്യം വെള്ളം പൊങ്ങുമ്പോൾ ഏറ്റവും ആദ്യം മീൻ കയറുന്നത് ഒന്നി മണിമല അല്ല അച്ചൻകോവിൽ. കാര്യം ചെറിയ നദിയാണ്, പെട്ടെന്ന് വെള്ളം കൂടും, പെട്ടെന്ന് വെള്ളം കലം. പമ്പാ നദി എന്ന് പറയുമ്പോൾ വീതി കൂടുതൽ. ഏറ്റവും വീതി കുറവ് അച്ചൻകോവിൽ. അത് മൊത്തം പാറയും അങ്ങനെ പോകും. മണിമല വരുമ്പോൾ ബണ്ടാണ് ഏറ്റവും കൂടുതൽ. പമ്പയ്ക്ക് മാത്രമേ ഉള്ളൂ ഇല്ലാത്ത. പമ്പയ്ക്ക് ബണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് വടശ്ശേരിക്കര തൊട്ടാണ്. വടശ്ശേരിക്കരയ്ക്ക് വേണം. അത് കറക്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ അതെ കേട്ടാ, അത് കറക്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ തിരുവാഭരണത്തിനൂടെ നടന്നു പോകുമ്പോൾ ആദ്യത്തെ ബണ്ടിന്റെ കീഴിൽ കൂടെയാണ് നടന്നു പോകുന്നത്. മറ്റേ പാലം കയറിയിട്ട് കീക്കൊടി ഒരു എന്തായിരുന്നു ആ ഒരു വള്ളം അവിടെ ഉണ്ട്. എടപ്പാവൂരല്ല, നീ ആ വെള്ളം കൊടുത്തു, കുഴപ്പമില്ല. എന്തോ ഇനി ഞാനെന്താ പറഞ്ഞു? മൊത്തം മുള്ളിയാ. ഇതാണ് ഞങ്ങളുടെ ഇവിടെ മുള്ളി എന്ന് പറയും. നമ്മുടെ കൊല്ലം എറണാകുളം സൈഡിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ഇവനെ പറയുന്ന പേരാണ് കേട്ടോ, നന്ദൻ. നന്ദൻ എന്തോ പേരല്ലേ, ഒരു മീനിന്റെ പേര്. എന്റെ ഒരു അനിയന്റെ പേര്. ഇതിനകത്ത് അടിപൊളി മുട്ടൻ പരലുണ്ട് കേട്ടോ, നല്ല പരലും പിന്നെ മൂളിപ്പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. ചള്ളക്കകത്ത് വീഴുന്നതിന് മുമ്പ് കാണണ്ടേ, എന്നാലല്ലേ നമ്മളെ പിള്ളേർക്ക് കാണാൻ പറ്റും. എപ്പോഴും മൈൻഡ് വേണം, വീഡിയോ എടുക്കാം, സംസാരിക്കും. നീ കണ്ടോ സഞ്ജയ്, നീ പോയിട്ടെ. എന്റെ വെള്ളമല്ലടാ, മറ്റേ അവന്റെ വെള്ളം നീ എടുത്തോണ്ടോ. വലിയ വെള്ളം ആ കിടക്കുന്ന കത്തോളം
നായമ്പുണ്ടോ നോക്ക്. നായമ്പില്ലെങ്കിൽ വിക്രംചാണ്ട് പിടിച്ചല്ലോ. മീൻ നല്ലതായിട്ട് ഇരിക്കുന്നുണ്ട്. എന്നറിയോ ആ പൊടിയുടെ താഴത്തെ ഇതുകൊണ്ടാ. മുമ്പ് ഇവത്തേന്ന് ഒരു മീൻ അടിച്ച് പറിച്ചു പോയി. ഞാൻ മുമ്പ് ആദ്യത്തെ വീഡിയോ എടുത്ത് ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു ഇടിയായി ഇടിച്ചത്. ഒന്ന് രണ്ട് കീറിട്ടുമുണ്ട്. അതിനകത്തെന്ന് പറയുവാണെങ്കിൽ അത് പൊടി വലയെന്ന് പറയും, വയമ്പ് വലയെന്ന് നമ്മൾ പറയുന്നത്. അതിനകത്ത് അതിന്റെ കണ്ണി എത്ര എന്ന് പറയാൻ പറ്റില്ല. ഉമ്മാതല്ല ഇതിനകത്ത് ഇനി മീനെ കിട്ടിയാണ് ഇത് കൂട്ടി കെട്ടി. ഇന്നലെ പറ്റി നിനക്കെന്തോ ഇന്നലെ എന്തുമാത്രം ഉടക്കായിരുന്നു അറിയോ? ഞാൻ വലിച്ചു കയറ്റി ഞങ്ങൾ വലിച്ചു കയറ്റി കമ്പട അതുകൊണ്ട് കിടക്കുന്നു. ആ മണിക്കുട്ടൻ നാർത്ത് നന്ദൻ അനിയനെ പിടിച്ചു കൂട്ടി. നമ്മുടെ അനിയന്റെ പേരാ നന്ദൻ. എന്തോ പേരല്ലേ, ഒരു മീൻ വരാൻ പറ്റിയ പേരാ നന്ദൻ. അതൊക്കെ നമ്മുടെ പത്തനംതിട്ടയില്ലേ മുള്ളി. വെള്ളമുണ്ടല്ലേ? ഇല്ല, വെള്ളമില്ല. നടക്കുന്നു. ഞാൻ ഈ കറണെ പിടിച്ചാ മുഖത്തുണ്ട്. എന്തോ അറിയോ പെരിങ്ങാണ്ട് വന്നേ. അടുത്ത കോൺക്രീറ്റ് പാളി. കോൺക്രീറ്റ് എനിക്ക് നിങ്ങളുടെ യൂണിയൻ കാശ് വന്ന് നിർത്തിയേക്കില്ലേ? ഇത്രയും നേരം വീശിയപ്പം രണ്ട് മുള്ളിയെങ്കിലും ഉണ്ടായിരുന്നു, അതുപോലും ഇല്ല. ഇനിയും വീശണ്ട, അതാ നല്ലത്. ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങളിൽ നിന്ന് വീടിലാക്കും. അതുകൊണ്ട് അത് കേട്ടോ അതേലെ കുഞ്ഞ് ഒരുത്തം മലയെ വീശിയിട്ട് കിട്ടിയ സാധനമാണ് കോൺക്രീറ്റ് പീസ്. അതിന് പറ്റിയൊരു മീനുണ്ടോ? ഒന്നും കിട്ടിയില്ലെന്ന് പറയണ്ടത്. ഒന്നും കിട്ടിയില്ലെന്ന് ഇനിയും പറയണ്ട. സിമിന്റ് എന്തൊക്കെയാ ഞാൻ മീനെക്കാട്ടി വില ഒരു ചാക്ക് സിമിന്റിന്. ചെറുത് കളയല്ലോ. അതെന്തിനാ? വാഴക്ക് കൊടുക്കാനല്ലേ? ഇപ്പൊ സോമചാണ്ട വല കിട്ടുകയാണ് ഇത്രേ. എന്റെ വില കിട്ടിയ ഞാൻ കാണിച്ചു വിലവെടുപ്പുള്ള സാധനം. കമ്പി സിമെന്റ്. നമുക്ക് വീശുന്നതിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ മഴയായി. നമ്മളിപ്പോൾ പാടത്തിന് കീഴിൽ നിന്നുണ്ടോ വല കുടയുന്നത്. അപ്പോൾ നമ്മൾ വീശുന്ന ഇച്ചിരി മാറിയാണ്. മഴയായതുകൊണ്ട് നമുക്ക് മൊബൈലും കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. എന്നാൽ മൊബൈലിനകത്ത് വീഡിയോ എടുക്കുന്നു. അപ്പോൾ നമുക്കിപ്പം വീശിനകത്ത് കിട്ടിയ മീനുകളാണ് വേണ്ടി കാണുന്നത്.
ഇനിയിപ്പോൾ മഴ ചാർന്നോറുപോയി ഇത് കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു മുള്ളി കാറ്റിൽ നിന്ന് തോളിലോട്ട് കയറും. നമ്മുടെ ഈ സൈഡൊന്ന് കാണിച്ചു കൊടുക്കാവും. ആറും തോടുകൂടെ ചേരുന്ന ഭാഗം പമ്പയാറാണ്. ഈ കാണുന്നതാണ് കോഴിത്തോട്, അതായത് കോഴിപ്പാലം തോടെന്ന് പറയും. ഇവിടെയാണ് നമ്മൾ വീശുന്നത്. അതായത് തോടും ആറുകൂടെ ചേരുന്ന ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ വീശിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ നേരെ മണ്ടയ്ക്ക് കാണുന്നത് തിരിച്ച് ഇങ്ങോട്ട് നിൽക്കും കേട്ടോ. എന്നിട്ട് സൂം ചെയ്ത് നമുക്ക് പത്രം വള്ളങ്ങൾ നടക്കുന്ന ഫിനിഷിംഗ് പോയിന്റ്. ഈ കാണുന്നതാണ് നമ്മളിപ്പം ആറന്മുള വള്ളംകളി നടക്കുന്നതിൻ്റെ ഫിനിഷിംഗ് പോയിന്റാണ് ആ കാണുന്നത്. ആറന്മുള സത്രം എന്ന് പറയുന്നത് PWD സത്രം. ഏട്ടക്കൂരിയാണ്. കൂരിയ വേമ്പല്ലിയ. വലിയൊക്കെ കണ്ടപ്പോൾ ഇപ്പം അങ്ങ് ആലപ്പുഴ ചെന്നേനത്. പോവാം. അല്ലല്ല ഒക്കെ റെഡി. മൊത്തം മുള്ളിയെ ഈ അനക്കത്തിന് അവിടെ വന്ന് കയറുന്നു. മൊത്തം മുള്ളിയ നന്ദൻ. വെള്ളം നനഞ്ഞു. നമ്മളിവിടെ വല എടുക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ രണ്ടുപേരും രണ്ട് രീതിയിലാണ് വല എടുക്കുന്നത്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോമചേട്ടൻ വീശുന്ന ഒരു വെള്ളാട്ടം വലയും ഞാൻ വീശുന്ന വയമ്പ് വലയും. രണ്ടും രണ്ട് സൈഡും രണ്ട് വാക്കിലാണ് ഇന്ന് വീശുന്നത്. എടുക്കുന്നതൊക്കെ ശ്രദ്ധിച്ചോളാം.
ഇപ്പം മൂക്കും കുത്തി വീണേ. ഗൈസ്, ആ കാണുന്ന തെരണ്ടിയല്ല, അതൊരു പ്ലൈവുഡിന്റെ ഒരു പീസാണ്. അതിനകത്ത് കാണുന്ന ഒരു പ്ലൈവുഡിന്റെ ഒരു പീസാണ്. പ്ലൈവുഡല്ലേ? ഞങ്ങളുടെ വിലപിടിപ്പുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ നിന്ന് വീട്ടിലെടുക്കാറുള്ളൂ. പ്ലൈവുഡ് നമ്മളിവിടെ നിന്ന് വിലപിടിപ്പുള്ള സാധനങ്ങൾ മാത്രമേ വീട്ടിലെടുക്കാറുള്ളൂ. ഇല്ല, വന്നിട്ടില്ല. ആ ആ ആ നമ്മുടെ ആ ചാക്കിലോട്ട് ഒറ്റ ചേരണം. നടുക്കോട്ട് പോയി അതുകൊണ്ട് ആ അടിക്കുന്നുണ്ട് അവിടെ ചേരണം. ഇത് നമ്മൾ വെക്കുന്ന കാലുണ്ടല്ലോ, ഫ്രണ്ടത്തെ കാലം, ഈ കാല് വേണ്ടതുണ്ട്. ഇപ്പം തന്നെ ഒരു നടിക്കുന്നുണ്ട്. അണ്ണാ അക്കൗണ്ടിൽ പൈസ വല്ലതും ഇട്ടായിരുന്നോണ്ണാ? ആണോ? ആ എന്നാ ശരി, ഇട്ട് കഴിഞ്ഞ് ഓക്കെ ആയിട്ട് എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഇല്ല, ഞാൻ ഈ വിളിക്കാൻ നമ്പർ വേണം, 3660. അത് തന്നെ. ഇതിനകത്ത് മൊത്തം മുള്ളിയാണ്. ആരും നമ്മളിപ്പോൾ ഒരു വീശ് കൂടെ വീശിയായിരുന്നു, പക്ഷെ എനിക്കൊരു കോള് വന്നുകൊണ്ട് വീശുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നാ മേലിറങ്ങി ഒരു പണിക്ക് പാടാ ജോബ് എടുക്കാൻ പറഞ്ഞ അല്ല, നിങ്ങളുടെ അപ്പൂപ്പനാണോ പിന്നെ വരുന്നത്? കേട്ടോ, അണ എവിടെ നിൽക്കാം? കണ്ടായിരുന്നു. ഒരു കിലോ 2 പേർക്ക് ഒരു. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഒന്ന് വീശിയായിരുന്നു, അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് മൊത്തം മുള്ളിയും വയമ്പ് പരൽ ഇത്രയും സാധനങ്ങളാണ് കിടക്കുന്നത്.
കൊതിക്കുന്നില്ലല്ലോ. കൊതിക്കുന്നില്ലല്ലോ. ഒന്നും നോക്കണ്ട, കയറി പോയി കളി. മുള്ളി ഇതിന്റെ ഫ്രണ്ട് അപ്പുറം വന്ന് ഇപ്പുറം രണ്ട് സൈഡിൽ കണ്ണുണ്ടോ ഇതൊരു സൈഡാ കണ്ണ് പാഞ്ഞണ്ട ഇതുണ്ട് തൊട്ട് നോക്കി ഓട്ടിക്ക് കട്ടി കുറവാ. എനിക്ക് തോന്നുന്നു മറ്റേതിനകത്തൊന്ന് പോന്ന അത് മറ്റേ ഓട്ടിയാ. തോട്ടിന് കഴിയ തോർത്തലുണ്ട് തോർത്തലുണ്ടോ അത് വിട്ടേക്കാം വീഡിയോ ഇപ്പൊ കളർ വെച്ചേനെ കേരളം അതിനേക്കാളും കഷ്ടം. വെള്ളത്തിലും ഉണ്ട്. ഇപ്പൊ തന്നെ താഴുന്നില്ല. കമ്പെടുത്ത് വെച്ചതൊരു കാര്യമായി. രണ്ട് കിലോ ആണ്, 2 കിലോ ആണ്. രാവിലെ ഇറങ്ങിയാണോ? രാവിലെ എത്ര മണിക്ക്? 5 മതി. മൂന്നാമൻ ഇവിടെ നിൽക്കുന്നത്. അതെ, പൈസ പിന്നെ തന്നാ പോരെ. ഇപ്പം നമുക്ക് ഇന്ന് കിട്ടിയ ഇത്ര മീനാണ്, ഏകദേശം ഒരു 3 കിലോയ്ക്ക് അടുത്ത് മീനാണ്. ഇവനാണ് ഇന്ന് കിട്ടിയതിനകത്ത് ഏറ്റവും വലുത്. അതാ നല്ലത്. അത് കോഴിപ്പാലത്തുണ്ട്.